ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുപോലെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചീനി ചിപ്സ് ഇല്ലേ, അത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ചീനി എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇനി അതിൻ്റെ നനവെല്ലാം നമുക്കിതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ ഒരു തുണിയോ വെച്ചൊന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ സ്ലൈസ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ചെറിയ പീസായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. കനം കുറച്ച് നൈസായിട്ട് അരിഞ്ഞെടുക്കാം. കൊള്ളി പോലെ അരിഞ്ഞെടുക്കാം. ഈ ഒരു കനത്തിൽ വേണം ഇങ്ങനെ മുറിച്ചെടുക്കാൻ. അതിനുശേഷം ഇതുപോലെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാനതെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ഇപ്പം ഞാനിവിടെ അത് 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ചുരുങ്ങി ഇതുപോലെ എണ്ണയുടെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരും. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് നല്ലതുപോലെ കലക്കിയതിന് ശേഷം ആ ഉപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 5-6 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ചിപ്സിന് വേണ്ടുന്ന ഉപ്പും കിട്ടും, ചിപ്സ് നല്ലതുപോലെ മൊരിഞ്ഞും വരും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഈ വെളുത്ത നിറമൊന്ന് മാറി ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഇപ്പോൾ അത് ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി.
ഇനി ഇത് എല്ലാ എണ്ണയിൽ നിന്നങ്ങ് മാറ്റി കൊടുക്കാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് മൊരിഞ്ഞ് കിട്ടും. നമ്മളിതിങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അല്ലാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ മൊരിഞ്ഞ് എണ്ണയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. ആ സമയത്ത് നമ്മൾ വീണ്ടും ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇപ്പം ഇതും അത് നല്ലതുപോലെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇനി കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതൊരു എരിവുള്ള ചിപ്സാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയുടെ ആ ഒരു മണവും എല്ലാം എല്ലാ സൈഡിലും എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം കണ്ടോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ചിപ്സ് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കറുമുറാന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോവല്ലേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.